കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഞങ്ങൾ വഹിക്കുകയും ചെയ്യും. സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോക ജീവിത യാത്രയിൽ നാം ഓരോരുത്തരുമാകുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നൊന്നായിട്ട് നമ്മുടെ മുൻപിൽ തിരമാലകൾക്ക് സമമായിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ചിന്തകൾ പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. എങ്കിലും നമുക്കൊരു ആത്മധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നീ എനിക്ക് ഉത്തരം തരുമെന്നുള്ള ദൈവികമായിരിക്കുന്ന വചനത്തിന്റെ ആഴമേറിയ ശക്തി, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതൊരു വലിയ വിടുതൽ തന്നെയാണ്. അതുകൊണ്ട് ഈ വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുക. മുന്തിരിച്ചക്കിനടുക്കിലിരിക്കുന്ന ഗിദെയോനെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് തന്നോട് സംസാരിച്ചു. ഗിദെയോനെ, ഈ ബലത്തോടെ പോക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാ. നീ മിദ്യാനിയുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതാകുന്നു. ഈ ദൈവികമായിരിക്കുന്ന വചനത്തിന്റെ ആഴമേറിയ ശബ്ദവും ആഴമേറിയ സത്യവും തന്നെ ബലപ്പെടുത്തി. മുൻപിൽ ഒരുപാട് പ്രതിധ്വനികളുണ്ട്. ഏത് വിധത്തിലും തകർന്നു പോകുന്ന വിധത്തിൽ തകർത്ത് കളയുന്ന ശക്തികൾ, ഏത് വിധത്തിലും ഇല്ലായ്മ ചെയ്യുവാൻ കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ഏത് വിധത്തിലും വഴികളെ കൊട്ടിയടയ്ക്കുവാൻ കഴിയുന്ന വിധത്തിൽ അനേക ശിഥിലമായ ശക്തികൾ. ഇതിന്റെ മുൻപിൽ അടിപ്പതറാതിരിപ്പാൻ ദൈവം ഒരു വാഗ്ദത്തം കൂടെ പറഞ്ഞു, നിന്നോട് കൂടെ ഞാൻ ഉണ്ട്. ആ ദൈവികമായിരിക്കുന്ന വചനത്തിന്റെ ശബ്ദം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗിദെയോൻ മുൻപോട്ട് യാത്ര ചെയ്തു. അവിടെ നിന്ന് ആരംഭിച്ച ശുശ്രൂഷകളിൽ അനേക ഭക്തന്മാരെ കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, കർത്തൃവേല ചെയ്യുന്ന ദൈവദാസന്മാരെ കുറിച്ചൊക്കെ സവിസ്തരമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞ നാളിൽ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് നിർത്തിയതായിരിക്കുന്ന വിഷയം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർ രണ്ട് കാലികൾ ആമത്തിൽ കിടക്കുമ്പോൾ രാത്രിയുടെ ഏകാന്തതകളിൽ കാവൽക്കാരായി നിൽക്കുന്ന കാവൽ പ്രമാണിമാർ, ജോലിക്കാർ, അവിടുത്തെ സെക്യൂരിറ്റികൾ, അവരെല്ലാവരും നിൽക്കെ അർദ്ധരാത്രിയിൽ അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ദൈവം ചെയ്ത നന്മ എത്ര വലുതാണ്, ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് കഷ്ടത ഒരു വിഷയമേ അല്ല. അവർ പാടും, ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം യഹോവ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു. 119 സങ്കീർത്തനം 68 വാക്യം. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സങ്കീർത്തനം 34:10, 94:11. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും വരികയില്ല. അതുകൊണ്ട് അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പോൾ അടിസ്ഥാനം കുലുങ്ങി, കൈകളിൽ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ സ്വതന്ത്രരായി. ഇരുമ്പോടാമ്പലുകൾ അവർക്കായി തുറക്കപ്പെട്ടു. ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഏത് ശക്തിയുള്ള പൂട്ടുകളാണെങ്കിലും അതിനെ തുറക്കുവാൻ ഒരു നിമിഷം മതി എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. കാവൽക്കാർ ഭയപ്പെട്ടു. പ്രമാണി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ രക്ഷ എന്ന വാക്ക് അതിശക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കിക്കൊള്ളുക. അവനാകുന്നു നമ്മുടെ രക്ഷ, അവനാകുന്നു നമ്മുടെ രക്ഷകൻ. ആ രക്ഷകനെ അവിടെ വെളിപ്പെടുത്തുകയാണ് പൗലോസ്. പറയാണ്, യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. ഈ ഭൂതലത്തിലുള്ളതായ ഒന്നും നിനക്ക് രക്ഷ നൽകുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിലുള്ള രക്ഷ,
നിത്യജീവന്റെ രക്ഷ, നിത്യതയിലുള്ള രക്ഷ, സകലവിധമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും ശക്തമായി എതിർത്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുക. നീ ഒരിക്കലും നിന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ പൗലോസിനെയും ശിലാസിനെയും ആ രാത്രിയിൽ അവർ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ പ്രാർത്ഥിച്ചു, അവർ പാടി ദൈവത്തെ ആരാധിച്ചു. വീടടക്കം ആനന്ദിപ്പാൻ ഇടയായിട്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാരണം അവൻ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടുകൾ അഴിഞ്ഞവരാണ്. നന്മ ചെയ്തിട്ടില്ലേ? ഉപകാരം ചെയ്തിട്ടില്ലേ? വഴികളെ തുറന്നിട്ടില്ലേ? മാർഗങ്ങളെ കാട്ടിയില്ലേ? ആരോഗ്യം തന്നില്ലേ? ആയുസ്സിനെ ദീർഘമാക്കിയില്ലേ? കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചില്ലേ? വിദ്യാഭ്യാസത്തിൽ ഉയർത്തിയില്ലേ? നല്ല ജോലിയിലാക്കിയില്ലേ? ദൈവം തന്നിരിക്കുന്ന സകല നന്മകളെയും ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം, വന്ന വഴി മറക്കാതെ. അതാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, രക്ഷ ദൈവത്തിലുള്ളതാണ്. തൃപ്തി പ്രാപിക്കും വരെ നന്മ ചെയ്തു. യിരെമ്യാവ് 11:12. ഭൂമിയിൽ ഫലപുഷ്ടിയുള്ളതായി തീരുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 14:17. ദൈവം ഇസ്രായേലിന് ചെയ്ത നന്മകൾ ഓർക്കുക. നെഹമ്യാവ് 9:35. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളാണ്. നെഹമ്യാവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നെഹമ്യാവിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് കരഞ്ഞ ദൈവദാസനാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. താൻ ചില ദിവസം കരഞ്ഞു, ചില ദിവസം ഉപവസിച്ചു, ചില ദിവസം പ്രാർത്ഥിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ആ വാർത്ത എന്താണ്? ഇപ്പോൾ ഞങ്ങൾ അപമാനത്തിലിരിക്കുന്നു, ഞങ്ങളിപ്പോൾ ദോഷത്തിലായിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വിറക്കപ്പെട്ടവരായിരിക്കുന്നു, തള്ളപ്പെട്ടവരായിരിക്കുന്നു. സകലരാലും വിറക്കപ്പെട്ട ജീവിതത്തിന്റെ നടുവിൽ നിന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന, നിന്നെ കരുതുവാൻ കഴിയുന്ന ഒരു രക്ഷയുണ്ട്. അവൻ വരും. നെഹമ്യാവിന്റെ 3 ദിവസത്തെ പ്രാർത്ഥന അത് വലിയൊരു അനുഗ്രഹമായി മാറി. അപ്പോൾ രാജാവിന്റെ മുമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിന്റെ മുഖം പാടുന്നത് എന്താണ്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, എന്ത് പറ്റി നിനക്ക് മുഖം പാടാതിരിക്കുന്നത് എങ്ങനെ? എന്റെ പിതൃഭവനത്തെ ഞാൻ ഓർത്തു. ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ, തകർന്നു കിടക്കുന്ന അവസ്ഥ, ഓടാമ്പലുകൾ, മതിലുകൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്നതൊന്നുമില്ല, അവശേഷിക്കുന്ന ചാരം മാത്രമാണ്, ഓർമ്മകൾ മാത്രമാണ്. എനിക്ക് പുനരുദ്ധരിക്കുവാൻ കഴിയുമോ എന്നൊരു സംശയം. രാജാവ് ഓർഡർ കൊടുത്തു, നിനക്കത് ചെയ്യാൻ കഴിയും. ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങൾ സാധിപ്പിക്കും. ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും, കൈകളിലെ ചങ്ങല അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. സകല ബന്ധനങ്ങളെയും അഴിക്കുവാൻ അവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, അവൻ പ്രത്യക്ഷപ്പെട്ടത് ചങ്ങലകൾ അഴിക്കാനാണ്, ലോക ബന്ധനങ്ങൾ അഴിക്കാനാണ്, വൈശാരികമായ ബന്ധനം അഴിക്കാനാണ്, ആ വിചാര ബന്ധനങ്ങൾ അഴിക്കാനാണ്. നിനക്കെതിരെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ സകല ആ കെട്ടുകളും ഇന്ന് പൊട്ടാൻ പോകുക, ഇന്ന് അഴിയാൻ പോകുക. ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. പൗലോസ് വീട് ഒന്നടക്കം അവരാരാധിപ്പാനിടയായിട്ട് നമുക്ക് ആരാധിക്കണ്ടേ? സന്തോഷത്തോടെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവകൃപയിൽ ജീവിക്കാം, ആത്മാവിൽ നിറയാം, ആത്മചൈതന്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. രോഗികളായി അനേക പ്രിയപ്പെട്ടവർ, കിടപ്പ് രോഗികളുണ്ട്, ഇരിപ്പ് രോഗിയുണ്ട്, നിൽപ്പ് രോഗികളുണ്ട്, അനേക പ്രിയപ്പെട്ടവര് ഭാരപ്പെടുന്നവരുണ്ട്, മക്കളില്ലാത്ത അനേക ദമ്പതികളുണ്ട്. ഈ ദിവസങ്ങളിൽ അവരെ കർത്താവ് ഓർക്കണം. വീടില്ലാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർക്കണം. ജോലിക്കായി സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെ കർത്താവ് അനുഗ്രഹിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. സകലവിധ നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. ആത്മാവിൽ ബലത്തോടും ചൈതന്യത്തോടും മുന്നോട്ട് പോകാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ശക്തീകരിക്കണം. മഹത്വം
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.